ഓം പരാശരേശ്വരായ നമഃ. വൃശ്ചിക ലഗ്നത്തിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. എന്ത് ആഗ്രഹപൂർത്തിക്കായിട്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നത് നോക്കാം. വൃശ്ചിക ലഗ്നം കാലപുരുഷന്റെ 8ാമത്തെ രാശിയാണ്. ഇത് രഹസ്യ രാശിയാണ്, രഹസ്യ സ്ഥാനമാണ്, മറൈവ് സ്ഥാനമാണ്. നിങ്ങൾ വളരെയധികം ഒതുങ്ങി വളരെയധികം രഹസ്യാത്മകതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും സ്വന്തം പേഴ്സണൽ ലൈഫ് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. രഹസ്യ വാഴ്ക്കയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ രഹസ്യമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റൊമാൻസ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ഇതൊക്കെ പലരും നിങ്ങൾ രഹസ്യമാക്കി വെക്കാനും ആഗ്രഹിക്കും. കൂടാതെ പല രഹസ്യങ്ങൾ കണ്ടെത്താനും നിങ്ങൾ ആഗ്രഹിക്കും. എപ്പോഴും മിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രങ്ങളായ ജ്യോതിഷം, മാന്ത്രികം, താന്ത്രികം, അതുപോലെ റേക്കി, പ്രാണിക് ഹീലിംഗ്, ടെലിപ്പതി, സിദ്ധർ ചെയ്യുന്ന സിത്ത് വിളയാട്ടുകള്, ശരകല, പഞ്ചപക്ഷി ശാസ്ത്രം, ഇങ്ങനെയൊക്കെ പറയുന്ന പല ശാസ്ത്രങ്ങളും പഠിക്കാനുള്ള ഒരു കൗതുകം നിങ്ങളുണ്ടാവും, ഒരാഗ്രഹം നിങ്ങളുണ്ടാവും. എന്തെങ്കിലും സമയം കൊണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, വളരെ റിസർച്ച് മൈൻഡോടുകൂടി പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. ഏതൊരു കാര്യത്തെയും റിസർച്ച് മൈൻഡോടുകൂടി പഠിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് ആ കാര്യങ്ങള് സക്സസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. അതും ആരും അറിയാതെ വളരെ പേഴ്സണൽ ആയിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ആ കാര്യങ്ങളിൽ ഒരു സക്സസ് എത്തിയാൽ മാത്രം അത് പുറമെ കാണിക്കാനായിട്ട് മാത്രമേ നിങ്ങൾ തയ്യാറാവത്തുള്ളൂ. വളരെ ഫേമസ് ആയിട്ടുള്ള പല ഇൻവെന്റേഴ്സും വളരെ ഫേമസ് ആയിട്ട് ഉള്ള പല സയന്റിസ്റ്റുകളും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവരുണ്ട്. അവരുടെ സമയത്തിന്റെ മിക്കവാറും ടൈമും അവരൊരു രഹസ്യമായിട്ടുള്ള രഹസ്യ ജീവിതം നയിച്ചവരായിരിക്കും. അതുകൊണ്ട് വൃശ്ചിക ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ എപ്പോഴും രഹസ്യങ്ങൾ തേടി പോകാനും മറഞ്ഞിരിക്കാനും രഹസ്യമായിട്ടുള്ള ജീവിതം നയിക്കാനും, നിങ്ങളുടെ ജീവിതം പുറത്ത് അധികം പേരെ അറിയിക്കുന്ന ലൈഫ് ഒരു നോർമൽ ആയിട്ടുള്ള സാധാരണ ലൈഫാണെങ്കിലും അറിയിക്കാത്ത ഒരു രഹസ്യ ജീവിതം നയിക്കാനായിട്ടും ഒരു സെക്കൻഡ് ലൈഫ് ജീവിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുൻ ജന്മത്തിൽ നിങ്ങൾ കുടുംബത്തോടു കൂടിയും കുട്ടികളോട് കൂടിയും ഭാര്യയോട് കൂടിയും ഒക്കെ ജീവിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം ചെയ്തു പോകുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിന് പൂർത്തിക്ക് ഉപരി ഭാര്യയുടെയും മക്കളുടെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് ജീവിച്ച് അവസാനം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ പറ്റാത്തതായിട്ട് അവസാന കാലം എത്തിയത് മരണത്തോടടുത്തപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇനി വരുന്ന ജീവിതത്തിൽ എന്തായാലും സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഏത് തരത്തിലും പ്രവർത്തിക്കണമെന്നും അത് പബ്ലിക് അല്ലെങ്കിൽ കൂടി രഹസ്യമായിട്ടെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ വൃശ്ചിക ലഗ്നത്തിൽ വന്ന് പിറന്നത്. വൃശ്ചിക ലഗ്നത്തിൽ വന്ന് പിറന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ധൈര്യവും ഏത് കാര്യത്തിനും എടുത്തിറങ്ങുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവും. വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും വളരെ സ്കില്ലോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. പോലീസ്, പട്ടാളം, നിയമം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ല് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് കാര്യവും രഹസ്യം അന്വേഷിക്കുന്ന പരിപാടികൾക്കും തുപ്പരിവാളൻ, അതായത് ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള തുറകളിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സക്സസിൽ എത്തുവാനും സാധ്യതയുണ്ട്. അതുപോലെ അണിച്ചൊരുക്കല്, മേക്കപ്പ്, ബ്യൂട്ടി പാർലർ, ഹെന്ന, അക്യുപഞ്ചർ, അക്യുപ്രഷർ മുതലായ ഫീൽഡുകളിൽ എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കരം നിങ്ങൾക്ക്, ഒരു കഴിവ് നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങൾ ആ തുറകളിൽ എത്തുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് വൃശ്ചിക ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചെങ്കിലും ഉള്ള നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം. ഇത് കാലപുരുഷന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എങ്കിലും അപ്പൊ ഇവിടെ ചൊവ്വയാണ് ഗ്രഹം. എങ്കിലും നിങ്ങൾ ഈ കാര്യം സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ ചൊവ്വ ഏത് രാശിയിലിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും
വരുന്നത്. അപ്പൊ ചൊവ്വ ഇപ്പൊ ഉച്ചരാശിയിൽ ഇരുന്നാലോ ആഴ്ചയിൽ ഇരുന്നാലോ ശത്രുക്ഷേത്രത്തില് 11 അങ്ങനെ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും അത് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ വരുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ ചേർക്കെ, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി ചേർക്കെ, ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചിട്ടുള്ള കാരകത്വങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനു മുന്നേ മേഷം മുതല് തുലാം വരെയുള്ള രാശികളുടെ ലഗ്നം പിറപ്പ് രഹസ്യങ്ങൾ, മറ്റുള്ള ഈ രാശികളിൽ ലഗ്നം വീണാലുള്ള രഹസ്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടെ രാശികൾ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കി മനസ്സിലാക്കുക. ഇനി അതൊക്കെ ശേഷമുള്ള 4 രാശികളാണെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യുക. ജ്യോതിഷപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ലെങ്ത് വീഡിയോസ് ആയിട്ടും 20 മിനിറ്റ് കൂടിയിട്ട് 25 മിനിറ്റും അരമണിക്കൂർ കൂടുതലുള്ള വീഡിയോസ് ആയിട്ട് ഈ ചാനലിലുണ്ട്. അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾ ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികളോ ജ്യോതിഷം നോക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ചാനലിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.